കരഞ്ഞിട്ടുണ്ട്. കരച്ചിലെന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ചോട്ടിലിരുന്നിട്ടേ ബോംബെയിലെ കച്ചവടം. ഇതിൻ്റെ ചെറിയൊരു സ്റ്റോറിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നതിൻ്റെ ചെറിയൊരു സ്റ്റോറിയാണ്. ഞാൻ പറയുന്നില്ല. ഇന്ത്യൻ റുപ്യ എന്ന് പറഞ്ഞ സിനിമ ഒരു റിയൽ എസ്റ്റേറ്റ് ആണല്ലോ അത്. അതെ, അതിലെ സ്റ്റോറി നമ്മളായിട്ട് ഒരു ടച്ചുള്ള സാധനം. രഞ്ജിത്ത് സാറ് പിന്നെ എടുത്തൊരു സാധനം, ഒരു നല്ലൊരു രസമുള്ള സ്റ്റോറി. അത് എൻ്റെ ഞാൻ പരാജയപ്പെട്ടൊരു സാധനം. ബോംബെ പോയിട്ടൊരു സാധനം കച്ചവടമാക്കിയിട്ട് ടോക്കൺ കൊടുത്ത് പരാജയപ്പെട്ട ഒരു സംഭവം രണ്ടാമത് ഞാൻ വാശിയോട് കൂടിയിട്ട് ആ കച്ചവടം പൂർത്തിയാക്കി. അതൊരു സംഭവം എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സാധനമാണ്. പിന്നെ ആ സംഗതി നഷ്ടപ്പെട്ടൊരു കച്ചവടം ഞാൻ വീണ്ടെടുത്തൊരു സംഗതി. അത് വലിയൊരു ഡീലായിരുന്നു. അത്യാവശ്യം വലിയ കേരളത്തിലെ ഡീലായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങനത്തെ ഒരു അനുഭവം അല്ലല്ല, അനുഭവം എന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ പറ്റില്ല. അതാണ്, അതായത് പരാജയപ്പെട്ട് വീണോടുത്തുനിന്ന് എണീറ്റ് പിന്നെ അടിച്ച് താത്തും. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു 95 ഇങ്ങനെ എത്തിച്ചപ്പോൾ ഒരാൾ ഒരു വാക്കിൽ തട്ടിയിട്ടു. അവിടെ പാർക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. അതെടുത്താൽ വണ്ടികളെന്താ പുറത്ത് നിർത്ത്. 95 അത് അടക്കണമെങ്കിലും താഴോട്ടങ്ങ് പോയി. പിന്നെ 95-ലും 100-ലും എത്തിക്കാൻ ഞാൻ പെട്ട പാടുണ്ടല്ലോ. ഒരു വാക്കാ ശരിക്കും ഇടിഞ്ഞു വീണു. പിന്നെ അതിനെ കൊണ്ടുവരാണ്ട് പാടുണ്ടല്ലോ. ഓഡിറ്റ് ഫണ്ടുകൾ ഒപ്പിച്ച് ഈ ആളെ ഒപ്പിച്ച് ഇത് കൊടുക്കാൻ കഴിയണം. ചെറിയ സംഭവമല്ല, ഹെവി റിസ്ക് ആയിരുന്നു. അത് ഒറ്റയ്ക്കാണോ ഹാൻഡിൽ? ഒറ്റക്കാണ് ഹാൻഡിൽ ചെയ്തത്. അത് ഞാൻ ഒറ്റക്കാ. എന്നിട്ടുണ്ട് രമ്യ, ഞാനൊരു ഞെളിഞ്ഞപ്പോന്നറിയോ, ഒരാളെന്നോട് വന്നിട്ട്, എൻ്റെ ഒരു പാർട്ട്ണറായിരുന്നേ, സുലൈമാനെ എന്തൊക്കെയോ കേൾക്കണ്ടല്ലോ, നടന്നൂന്നോ എന്തോ അഡ്വാൻസ് കയറിയെന്നോ ഒക്കെ കേൾക്കുന്നു. കുറച്ചുകൂടി കഴിയട്ടെ, ഒരാഴ്ച കൂടി കഴിയട്ടെ. ഞാൻ അപ്പത്തിന് ഞാൻ അറിയാതെ മാർക്കറ്റിൽ അറിഞ്ഞു പോയി അത് നടന്നു എന്ന്. അപ്പം കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. നടക്കാതെ വീണ് എണീറ്റ് പിന്നെ അതൊന്ന് സക്സസ് ആകുമ്പോൾ അതിലെത്ര പൈസ കിട്ടിയെന്നല്ല, അതൊരു സംഭവമാണ്. അതെ, അവിടെ പൈസക്കല്ല, നടത്തിയെടുത്തു സുലൈമാൻ, അത് നടത്തിയെടുത്തു. അതാണ് ആ ഒരു സംഭവം. അത് ഞാൻ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. എനിക്ക് മറക്കാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഞാൻ വളരെയധികം താങ്ക്സും എന്താ പറയുക, അതിൻ്റെ ഫണ്ടും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭയങ്കര രസമാണ് അതൊക്കെ. അതൊരു പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഡീലുകളുണ്ട്. അത്തരം ഡീലുകളൊക്കെയാണ് ഒരു രസമല്ലേ. അതൊക്കെ ഇനി വയസ്സാവ് വരുമ്പോ ഓർക്കാം. അതെ, ഓർത്ത് രസിക്കാം. പിന്നെ ഡെയിലി ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം വന്നില്ലേ, ഇപ്പൊ ഒക്കെ മാറിയില്ലേ. ഇപ്പൊ എല്ലാം നമ്മളടക്കം മാറിക്കൊണ്ടിരിക്കല്ലേ. ഇനിയിപ്പോ ഈ ലോകത്ത് ഇപ്പൊ AI പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി അതിന്റെ വേറൊരു ലോകമാണ്. ഇനിയുള്ള റിയൽ എസ്റ്റേറ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇപ്പൊ എടുക്കണ ഇന്റർവ്യൂ ഒക്കെ ഇനി ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയിലേക്കാണ് ഇപ്പോൾ AI ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ്, ഇത്ര അധികം ലോകം മുഴുവൻ എത്രയോ മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഇക്ക. ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഇക്കയ്ക്ക് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ ഒരാൾക്ക് വളരണം, മുന്നോട്ടുള്ള വളർച്ച എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും 100,000 ചോദ്യങ്ങളും പല കൺഫ്യൂഷൻസും കാരണം അയ്യോ അത് വേണോ, എടുത്താൽ തെറ്റിപ്പോവോ, അയ്യോ അത് വേണ്ട, അപ്പം ബാക്കിൽ നിന്ന് പറയാൻ ശരി നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ വേണ്ട ഡിസ്കറേജ് ചെയ്യാനും ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരു വ്യക്തി സക്സസ്ഫുൾ ആവണമെങ്കിൽ എങ്ങനെ അവർ ഡിസിഷൻ എടുക്കണം? നേരെ മുന്നോട്ട് നടക്കണേ. രമ്യ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ കോഴിക്കോടാന്ന് വിചാരിച്ചോളൂ. തൃശ്ശൂർ എത്തുമ്പോൾ രമ്യ എങ്ങോട്ടാണ് രമ്യ പോകുന്നത്? അപ്പോൾ രമ്യ മടുത്തു. എടപ്പാൾ, കുറ്റിപ്പുറം, കോട്ടക്കൽ, കോഴിക്കോട് എത്തുമ്പോഴത്തേന് ഈ രമ്യനെ കുറിച്ചിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ രമ്യ ഇവർക്ക് മറുപടി കൊടുക്കാൻ നിന്നാൽ രമ്യൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തില്ല. നേരെ മറിച്ച് രമ്യൻ്റെ ഡെസ്റ്റിനേഷൻ നേരെ കോഴിക്കോടാണ്. നിങ്ങൾ കോഴിക്കോട്ടേക്ക് പോയിട്ട് കോഴിക്കോട് നിന്ന് നോക്കുമ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞോലും നിങ്ങളെപ്പറ്റി പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും.
പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ചില തീരുമാനങ്ങളെടുത്താൽ അത് നമ്മൾ നടപ്പിലാക്കുക, നമ്മളാളെ കാണാൻ പോവുക, നമ്മൾ ആ കച്ചവടങ്ങൾ സംസാരിക്കുക. ഞാൻ പോകുന്നില്ല, ഞാനില്ല, ഇല്ല, അങ്ങനെയുള്ള ഒരാൾക്ക് ബിസിനസ്സിൽ വളരാൻ കഴിയില്ല. പിന്നെ ഈ രാവിലെ ഈ 10 മണിക്കൊക്കെ എണീക്കുന്ന ആൾക്കാരുണ്ടല്ലോ, 11 മണിക്കൊക്കെ, അയാളെ നോക്കുകൊണ്ടി അവർ അവിടെ തന്നെ ഉണ്ടാവും എന്നും. ആ മോർണിംഗിൽ കിട്ടുന്ന ഒരു വൈബ്, എനർജി, അത് വേറെയാണ്. അവിടെ വെച്ചിട്ട് നമുക്ക് വേണ്ട ഡ്യൂട്ടികൾ 2-3 മണിക്കൂറിൽ നമ്മൾ എടുത്ത് പണിയെടുത്താൽ ഏത് ഫീൽഡാണെങ്കിലും ആ വർക്ക് ചെയ്യുന്ന ഒരു സിൻസിയറായിട്ട് ചെയ്യുന്ന ആൾക്കാർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഈ വളരുമ്പോൾ നമ്മൾ ടെൻഷൻ കുറച്ച് ഒഴിവാക്കും വേണം. ആദ്യത്തെ വളർച്ചയിൽ ടെൻഷൻ നല്ലോണ്ടാവും. പിന്നീട് വീട്ടുകാരായിട്ടും കല്യാണം കഴിച്ച അവരായിട്ടൊക്കെ റിലാക്സ് ചെയ്ത് പോകണം. അവിടെയും ടെൻഷൻ തന്നെ കുറേ ആൾക്കാരുണ്ട്, വെറും ഫാമിലി ഒന്നും ഇല്ലാതെ പോകുന്ന ആൾക്കാർ. ഇപ്പം പിന്നെ എല്ലാവരും ടൂറും കാര്യങ്ങളും റിലാക്സ് ചെയ്തിട്ടാണ് ബിസിനസ്. ഇപ്പോൾ രമി ചോദിച്ച ചോദ്യത്തിൽ നമ്മൾ മുന്നോട്ടുള്ള കാഴ്ചപ്പാടിനെ നമ്മളെ പറഞ്ഞല്ലോ ബാക്കിൽ നിന്ന് അതെ, അവരെ ശ്രദ്ധിക്കണം, അവരോട് പോയി പണിയൊക്കാൻ പറയും. അവരെ നമ്മൾ ഒന്നും ചെയ്യാത്ത ആൾക്കാർ റോട്ടിലിരുന്നിട്ട് ബാർബർ ഷാപ്പിലിരുന്നിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ എന്തിനാപ്പോൾ അതൊക്കെ ചെയ്യുന്നത്, എന്താ ഇപ്പോൾ ഇത്ര ആവശ്യം എന്നൊക്കെ പറയും. അതല്ല, നമ്മൾ ജീവിച്ചു എന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു കച്ചവടക്കാരനാവുക, ഒരു ഇത് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റിലെത്തുക എന്നുള്ളത് അതൊരു രസകരമായിട്ടുള്ള സംഭവമാണ്. അല്ലാണ്ട് ഇപ്പോഴത്തെ കാലത്ത് പട്ടിണി ഇല്ലല്ലോ, പഴയ കാലത്ത് മാതിരില്ലല്ലോ. ഇപ്പം എല്ലാത്തിനും ഇപ്പോൾ ഇനി പണം വരാത്തൊരു കാലഘട്ടം വരാൻ പോവാണ് പെട്ടോ. മണി എന്ന് പറഞ്ഞ AI എന്ന് പറഞ്ഞ സംഗതി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വേറെ റേഞ്ചിലേക്ക് പോവാണ്. ഫുഡ്, യാത്ര, ഇത് ഡ്രോൺ എല്ലാം മറിച്ച് വരികയാണ്. ഇപ്പോഴത്തെ പ്രസൻറ്റ് കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. നമ്മൾ എപ്പോഴും കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ വേറെ ഒരു ടീച്ചറാണെങ്കിൽ നല്ല പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കണം, ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നല്ല അക്കൗണ്ടൻ്റ് ആയിരിക്കണം. അവിടെ ഒരു മേഖല എന്താണേലും വെച്ച കാലം മുന്നോട്ട് ആ മേഖല ഉഷാറാക്കണം. മനസ്സിലായി? അതിലൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് വിജയിക്കും. അവിടെ മന്ദപ്പ് കാണിച്ചാൽ എല്ലാ മേഖലയിലും മന്ദപ്പായിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ, ഓരോരുത്തരെയും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇനി ഇതിലേക്ക് വരാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിലിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും വർഷത്തെ 40 വർഷത്തെ താങ്കളുടെ ജേർണിയിൽ നിന്നും എന്താണ് ഇക്കയ്ക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാനുള്ളത്? കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വരുന്ന ആൾക്കാരോട് വിശ്വാസം ആണ് ഏറ്റവും വലുത്. പണത്തിന് ഒരു ഇത് കൊടുക്കാണ്ട് ഹാർഡ് വർക്ക് സിൻസിയറായിട്ട് ചെയ്യണം. ഫിനിഷിങ് കപ്പാസിറ്റി, എവിടെയാണോ നമ്മളെ ഫാൾട്ട്, ഈഗോ ഉണ്ടാവാണ്ട് ആരെങ്കിലും പറഞ്ഞാൽ അത് ചിലപ്പോൾ ചില കുട്ടിയായിരിക്കും പറയുന്നത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു. അപ്പോൾ അവനാൻ്റെ സ്വഭാവം നമ്മളൊന്ന് സ്വന്തം വിലയിരുത്തുക. ഞാൻ മാറ്റേണ്ട സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, എനിക്കെന്താണ് ഫാൾട്ട്, നീ അയാളോട് ചെയ്ത സ്വഭാവം ശരിയായില്ലല്ലോ, നീ അയാളോട് വന്നപ്പോൾ അയാൾ ചിരിച്ചില്ലല്ലോ, അയാൾക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തില്ലല്ലോ, ഇതൊരു പാളിച്ച. എന്തുകൊണ്ട് ഒരു കുറേ കാര്യങ്ങൾ നമ്മളിതിൽ പഠിക്കാണ്ട്. വീട്ടിൽ അച്ഛൻ അമ്മമാരോ അവിടുന്ന് തുടങ്ങണം. സോഫയിൽ നിന്ന് എണീക്കണോ വേണ്ടേ, അയാൾ വരുമ്പോൾ ഞാൻ മൊബൈലിൽ തന്നെ കുത്തിയിരിക്കണോ, തോണ്ടിയിരിക്കണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ പഠിക്കാണ്ട്. മര്യാദ എന്ന് പറഞ്ഞ സാധനം, എളിമത്തം എന്ന സാധനം, അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടിരിക്കുക. ഇപ്പോൾ ഒരു കാറ് വാങ്ങി, അല്ലെങ്കിൽ ഷർട്ട് വാങ്ങി, മറ്റത് വാങ്ങി, അത് അവനവൻ്റെ കൂട്ടുകാരോടൊക്കെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് അഹങ്കരിച്ച് ചെയ്യുന്ന ആൾക്കാർ ഡൗണാണ്. അവിടെ ആ ഭാഗം ശ്രദ്ധിക്കണം. വാശി കുറക്കണം. ഈ വാശി മനസ്സിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞൊരു സാധനം അതിനുള്ളിൽ, അതിനെ ഒന്ന് അനലൈസ് ചെയ്യണം. ഞാനിത് ചെയ്തത് ശരിയാണോ, ഇത് ചെയ്തത് കുറച്ച് മോശമായി എന്ന് പറഞ്ഞു, അപ്പോൾ അത് കേൾക്കല്ലേ, അതിൽ ഈ മാറ്റം വരുത്തുന്ന ചെറുപ്പക്കാരായ ആൾക്കാരോട് മാത്രമാണ് എനിക്ക് പറയുന്നത്. മാറ്റം വരുത്താത്ത ആൾക്കാർക്ക് വളർച്ച ഉണ്ടാവില്ല. മാറ്റം സ്വഭാവത്തിൽ വേണം. എല്ലാ സംഗതിയും മാറ്റം വരുന്ന ആൾക്കാർക്ക്
എല്ലാ മേഖലയിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും മറ്റുള്ള എന്ത് കച്ചവടത്തിലാണെങ്കിലും വീട്ടുകാരോടും പിന്നെ എല്ലാവരോടും പെരുമാറുന്ന പെരുമാറ്റത്തിൽ മാറ്റം വരുന്ന ആൾക്കാർക്ക് വിജയമുള്ളൂ. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ വളർന്നു വരുന്ന ഈ കുട്ടികൾ IT മേഖലയിൽ ഉയർന്നു വരുന്ന കോടീശ്വരന്മാരായ 23-24 വയസ്സുള്ള ആൾക്കാർ ഇപ്പോൾ ദുബായിലും മറ്റുള്ള പല സ്ഥലത്തും പല ടെക്ക് കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചില സ്ഥലത്ത് നിങ്ങളോട് വന്ന് പറയുമ്പോൾ ഇവന് പ്രാന്താന്ന് പറയരുത്. അവൻ്റെ ഐഡിയ, അവൻ്റെ വിവരത്തിന്, അവൻ്റെ അറിവിനെ, അവൻ ചിലപ്പോൾ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ കഴിയും, പലതും ഉണ്ടാക്കാൻ കഴിയും. നമ്മളൊരു മനുഷ്യനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഡ്രസ്സിനെ, ശരീരത്തിനെ, ബോഡിയെ, വെളുപ്പിനെ, കറുപ്പിനെ, നൊണ്ടി വരുന്നവനെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രോഗമുള്ള ആളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എല്ലാവർക്കും ഡിഫറെൻറ്റ് എബിലിറ്റി, ബാങ്ക് ബാലൻസ് എല്ലാം ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അവരോട് പെരുമാറാൻ. അല്ലെങ്കിൽ അവൻ ഇന്നാളെ മകനാണ്, അവൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, ഇവൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട.